നക്ഷത്രഫലം 2026 ജനുവരി 18 മുതൽ 24 വരെ. അശ്വതി, അനുകൂല ഫലങ്ങൾ വർദ്ധിക്കും. സഹോദരഗുണം ലഭിക്കും. പലതരത്തിലും എതിരായിരുന്ന ഘടകങ്ങൾ അനുകൂലമാകും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗക്കയറ്റമുണ്ടാകും. ഭരണി, സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ഗൃഹത്തിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങും. കടങ്ങൾ വീട്ടാൻ അവസരമുണ്ടാകും. മേലധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല വാരമാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കും. കാർത്തിക, അനുകൂല ഫലങ്ങൾ വർദ്ധിക്കും. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കടങ്ങൾ വീട്ടാൻ സാധിക്കും. തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബന്ധുഗുണം വർദ്ധിക്കും. രോഹിണി, തൊഴിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തും. ചെറിയ വീഴ്ച, പരുക്ക് ഇവയ്ക്ക് സാധ്യതയുണ്ട്. ദീർഘയാത്രകൾ വേണ്ടിവരും. മകയിരം, സാമ്പത്തിക വിഷമം അനുഭവിക്കും. ദാമ്പത്യ സുഖഭംഗം. ഉടമ്പടി, കരാർ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവിചാരിത ധനനഷ്ടം. തൊഴിലന്വേഷകർക്ക് അനുകൂലമാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. തിരുവാതിര, പ്രവർത്തന മേഖലയിൽ വിജയമുണ്ടാകും. സാമ്പത്തിക പുരോഗതി, ബിസിനസ്, അധ്യാപക വൃത്തി, വൈദ്യസേവനം ഇവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. വാതജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. പുണർദം, വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനലാഭമുണ്ടാകും. അവിചാരിത യാത്രകൾ വേണ്ടിവരും. ദാമ്പത്യ സുഖവർധന. ബന്ധുജന സമാഗമം ഉണ്ടാകും. ആഡംബരത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. ബിസിനസ് രംഗത്തു നിന്ന് ധനലാഭം ഉണ്ടാകും. പൂയം, മാനസിക സംഘർഷം ശമിക്കും. പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന അസംതൃപ്തി തരണം ചെയ്യും. വ്യവഹാരങ്ങൾ അനുകൂലമായി ഭവിക്കും. ഉദര രോഗ സാധ്യത നിലനിൽക്കുന്നു. ആയില്യം, വിശ്രമം കുറവായിരിക്കും. പരിശ്രമത്തിന് തക്ക വിജയങ്ങൾ പ്രതീക്ഷിക്കാം. ഔഷധ സേവ വേണ്ടിവരും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. പുതിയ ഗൃഹോപകരണങ്ങൾ, വസ്ത്രം എന്നിവ വാങ്ങും. മകം, വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് നേട്ടം. ഒന്നിലധികം യാത്രകൾ. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. വരവിനേക്കാൾ ചെലവ് അധികരിക്കും. അനാവശ്യ വിവാദങ്ങൾ, ബന്ധുക്കളുമൊത്ത് യാത്രകൾ, പുതിയ സൗഹൃദങ്ങൾ എന്നിവയുണ്ടാകും. പൂരം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂല സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി ലഭിക്കും. സാഹിത്യകൃതികൾ പ്രകാശം കാണും. ഊഹക്കച്ചവടത്തിൽ ആദായമുണ്ടാകും. ഗൃഹോപകരണങ്ങൾക്കായി പണം ചെലവിടും. രോഗാവസ്ഥയിലുള്ളവർക്ക് ഔഷധം മൂലം അലർജി ഉണ്ടാകും. ഉത്രം, വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും. സുഹൃത്തുക്കൾ വഴി നേട്ടം. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും. വിശ്രമം കുറവായിരിക്കും. അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് മാനസിക വിഷമം ഉണ്ടാകും. സുഹൃത്തുക്കൾ സഹായിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് മനസുഖം വർദ്ധിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ചികിത്സ വഴി മോചനമുണ്ടാകും. ദാമ്പത്യബന്ധത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. ചിത്തിര, ഒന്നിലധികം തവണ യാത്രകൾ വേണ്ടിവരും. വ്യവഹാര വിജയം. സാമ്പത്തിക വിഷമതകൾ എന്നിവ നേരിടും. സുഹൃത്ത് സഹായം വേണ്ടിവരും. ദമ്പതികൾ ഒരാൾക്ക് തൊഴിൽപരമായ മാറ്റം, ഭക്ഷണസുഖം എന്നിവ കുറയും. ചോതി, ഭവനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും. വാഹനം മാറ്റിവാങ്ങും. ഇരുചക്രവാഹനത്തിന് അറ്റകുറ്റപ്പണി ഉണ്ടാകും. കേസുകളിൽ വിജയം. സന്താനങ്ങൾക്ക് വിവാഹയോഗം. പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എന്നിവ പാസ്സാകും. വിശാഖം, തൊഴിൽപരമായ നേട്ടങ്ങൾ. കൂടുതൽ യാത്രകൾ. സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങും. നിയമപരമായ നടപടികൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. ബന്ധുക്കൾ മുഖാന്തിരം നേട്ടമുണ്ടാകും. അനിഴം, വളരെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. ആരോഗ്യ വിഷമതകൾ നേരിടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങളുണ്ടാകും. പുതിയ വാഹനം ഉപയോഗിക്കുവാൻ യോഗമുണ്ട്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. തൃക്കേട്ട, പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാവും. ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും. ഭൂമി വിൽപ്പന വഴി ധനലാഭം ഉണ്ടാകും. മനസ്സിൽ സന്തോഷം വർദ്ധിക്കും. യാത്രകളിലൂടെ നേട്ടമുണ്ടാകും. മൂലം, പൊതുപ്രവർത്തകർക്ക് അപവാദം കേൾക്കേണ്ടി വരും. ദാമ്പത്യ കലഹങ്ങൾ അവസാനിക്കും.
പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. വാതജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം ഉണ്ടാകും. ഗ്രഹനിർമ്മാണത്തിൽ തടസ്സം മാറും. പൂരാടം, സ്വന്തമായി നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് നേട്ടമുണ്ടാകും. കീഴ്ജീവനക്കാർ മൂലം വിഷമതകൾ, സൗഹൃദ സന്ദർശനങ്ങൾ എന്നിവ നടത്തും. വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിക്കും. ഭക്ഷണ സുഖക്കുറവുണ്ടാകും. ഉത്രാടം, തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കും. ഔഷധ സേവയിൽ ആരോഗ്യം വീണ്ടെടുക്കും. അനുകൂലമായ സർക്കാർ ഉത്തരവുകൾ ലഭിക്കും. പണമിടപാടുകളിൽ മികവ് പുലർത്തും. കടങ്ങൾ വീട്ടും. വാസസ്ഥാന മാറ്റത്തിനു സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു. തിരുവോണം, കൈമോശം വന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് രോഗബാധ സാധ്യത. സുഹൃത്തുക്കളിൽ നിന്നുള്ള എതിർപ്പ് നേരിടും. വ്യവഹാരങ്ങളിൽ വിജയം നേടും. അവിട്ടം, മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. തൊഴിൽപരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹ ആലോചനകളിൽ തീരുമാനമാകും. വളർത്തുമൃഗങ്ങളാൽ പരുക്കിന് സാധ്യത. സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കും. ഭക്ഷണസുഖം ലഭിക്കും. ചതയം, ധനപരമായ വിഷമതകൾക്ക് ശമനമുണ്ടാകും. പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കും. ഗൃഹോപകരണങ്ങൾക്കായി പണം ചെലവിടും. വീഴ്ച, പരുക്ക് ഇവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. പൂരുരുട്ടാതി, യാത്രകൾ വേണ്ടിവരും. തൊഴിൽപരമായ മികവുണ്ടാകും. പ്രവർത്തന മേഖലയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ വാങ്ങും. ബിസിനസ്സിൽ പണം മുടക്കും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. ഉത്രട്ടാതി, മാനസിക സംഘർഷം അനുഭവിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാകാതെ വിഷമിക്കും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. ഒന്നിലധികം തവണ യാത്ര വേണ്ടിവരും. നേത്ര കർണരോഗ സാധ്യതയുണ്ട്. രേവതി, തൊഴിലിൽ സ്ഥാനഭ്രംശം ഉണ്ടായേക്കും. പണം കടം വാങ്ങേണ്ടി വരും. പരിശ്രമങ്ങളിൽ വിജയസാധ്യത കുറയും. അലർജി, ത്വക്രോഗ സാധ്യത. മുതിർന്നവരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും. ജലജന്യ രോഗങ്ങൾ പിടിപെടും.